ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നാടൻ ചിക്കൻ കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. എൻ്റെ ബ്രദറിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില, കാഷ്യൂനട്ട് പേസ്റ്റ്, വെളിച്ചെണ്ണ, ഒരു പൊട്ടാറ്റോ, ചിരകിയ തേങ്ങ, 2 തണ്ട് കറിവേപ്പില, തേങ്ങാക്കൊത്ത്, 3 സവാള, ഒരു തക്കാളി, 4 പച്ചമുളക്, പിന്നെ ചിക്കൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ആ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന 4 സവാള, 4 പച്ചമുളക്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടും ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റ് ആക്കി ഇടുമ്പം കുറച്ചുകൂടി ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടും. ഏതാണെങ്കിലും നല്ലതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മുറിച്ചിട്ടും ഇടാം, കുറച്ച് ജ്യൂസ് ആക്കിയിട്ടും ഒഴിക്കാം. അപ്പം ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് ഒരു 6 കാഷ്യൂനട്ട് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തിക്കായിട്ട് വേണമെങ്കിലും കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്തൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ഇങ്ങനെ ചേർക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചേർക്കുന്നത് സ്ക്വയറായിട്ട് അരിഞ്ഞൊരു പൊട്ടാറ്റോ, പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത്. അതിനുശേഷം നമുക്ക് കഴുകി വെച്ച് ചിക്കനും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പോ എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് മല്ലിയില, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയുടെ അളവൊക്കെ കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ വന്നിട്ട് നമുക്ക് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ 20 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത്. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നോർമലി നമ്മൾ ചെയ്യുന്ന ചിക്കൻ കുറുമയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള ചിക്കൻ കുറുമയാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ എപ്പം വീഡിയോസ് ഇടുമ്പോഴും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. താങ്ക് യു ഫോർ വാച്ചിങ്.